ഇതിന്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇത്. എല്ലാ ഗുരുഭക്തരും, അതായത് ഗുരുവിന്റെ ഭക്തരായിട്ടുള്ളവരെല്ലാം അത് കാണാതെ പഠിച്ച് മനനം ചെയ്യണമെന്ന് ഗുരുവിനും ആഗ്രഹമുണ്ട്. കാരണം ഗുരു ആരാണെന്ന് ഈ ബ്രഹ്മവിദ്യാപരിചയത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പല ജീവചരിത്രങ്ങളും ഉണ്ടെങ്കിലും ഗുരുവിൻ്റെ ഒരു യഥാർത്ഥ രൂപമാണ് നമ്മൾ ഈ ബ്രഹ്മവിദ്യാപരിചയത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതായത് ഈ ജഗതെന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്നത്, ഗതീയമായിരിക്കുന്ന, മാറ്റത്തിന് വിധേയമായിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം. അങ്ങനെ മാറ്റത്തിന് വിധേയമായിരിക്കുന്ന പ്രപഞ്ചത്തിന് മാറ്റമില്ലാത്ത ഒരു വസ്തു ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഒരു മാറ്റം വേണമെങ്കിൽ മാറ്റമില്ലാത്തൊരു വസ്തു വേണം. അതാണ് സത്യം. ആ സത്യാന്വേഷണമാണ് ഈ ബ്രഹ്മവിദ്യ. ഈ ബ്രഹ്മവിദ്യയിൽ കൂടി ആ സത്യത്തെ നമുക്ക് നേരിട്ട് കിട്ടും. ഇതാണ് നമ്മൾ ചർച്ച ചെയ്തത്. ആ സത്യം എന്താണെന്ന്, അതായത് പ്രപഞ്ചത്തിന്റെ സത്യം. അതാണല്ലോ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞത്. ഒരു ശിഷ്യൻ ഒരു ഗുരുവിനെ കണ്ടിട്ട് കോഹം, ഞാനാര്, കുതോ ജഗത്, ഈ ജഗത്ത് എവിടെ നിന്നുണ്ടായി? ഈ രണ്ട് ചോദ്യങ്ങളേ ഉള്ളൂ വേദാന്തത്തിൽ. ഞാൻ എവിടെ നിന്ന് വന്നു, ഈ ജഗത്ത് എവിടെ നിന്ന് വന്നു? പിന്നെ ആ ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പായിട്ട് ആ ശിഷ്യന് ചില പ്രാഥമികമായ അർഹത വേണം. അതാണ് നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ ഗുരു വ്യക്തം. എല്ലാവർക്കും കയറി ഈ ചോദ്യങ്ങൾ വരുത്തുമില്ല. ആ ചോദ്യത്തിന്റെ ഉത്തരം ഒരു ഗുരു പറഞ്ഞു കൊടുത്താൽ അവർക്ക് പിടികിട്ടുകയില്ല. അതുകൊണ്ട് ആ ബ്രഹ്മവിദ്യക്ക് ഒരു അധികാരമുണ്ട്. അത് ശങ്കരാചാര്യ സ്വാമികളാണ് ആ അധികാരം ഇങ്ങനെ വിവേക ചൂടാമണിയിൽ അത് വ്യക്തമാക്കിയത്. ആദ്യം നിത്യാനിത്യ വിവേകം, അതായത് നിത്യമേത് അനിത്യമേത്. അനിത്യമായതാണ് ഈ കാണുന്ന എല്ലാ പ്രപഞ്ച വസ്തുക്കളും. അതിന് ആ അനിത്യമായ വസ്തുക്കളിൽ നിത്യമായ, ഇത് വേദാന്തം വളരെ എളുപ്പമാണ്. നമ്മൾ പറയുന്ന കണക്ക് ഗ്രഹണമൊന്നുമില്ല. ഈ ബ്രഹ്മവിദ്യാ വഞ്ചകം ഒന്ന് ശരിക്കും മനസ്സിലായാൽ നമുക്ക് ഈ ആത്മോപദേശത്തിലെ ആ ഓരോ ശ്ലോകങ്ങളും വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ബ്രഹ്മവിദ്യാ വഞ്ചകം അതിൻ്റെ ഒരു ആമുഖമാണ് ആത്മോപദേശത്തിന്റെ. അതുകൊണ്ട് ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ പിന്നെ ഈ ആത്മോപദേശത്തിലേക്ക് നമുക്ക് കടക്കാം. ഏതായാലും ഈ നിത്യാനിത്യ വിവേകം ആദ്യം ഉണ്ടാകണം ഒരു സാധകന്. അനിത്യമേത് നിത്യമേത്, അങ്ങനെ ആ നിത്യമായ വസ്തുവിനെ പ്രാപിക്കാനുള്ള ഒരു ആഗ്രഹവും വേണം. നമ്മൾ അനിത്യങ്ങളായ ക്ഷണികങ്ങളായ സുഖങ്ങളിൽ പെട്ട് ഈ പ്രാപഞ്ചിക ജീവിതം സംസാര ദുഃഖമയമാക്കിക്കൊണ്ട് എല്ലാവരും ഇരിക്കുകയാണ്. നമുക്ക് തുച്ഛമായ സുഖങ്ങളൊക്കെ ഉണ്ട്, ആത്യന്തികമായ സുഖം ഇല്ലെന്നേ ഉള്ളൂ, ഇല്ലേ? സുഖമാത്യന്തികം ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം എന്ന് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയും. അതായത് ബുദ്ധിഗ്രാഹ്യമാണ്, സൂക്ഷ്മ ബുദ്ധിക്ക് ഈ സത്യത്തെ പിടികിട്ടുമെന്ന് തന്നെയാണ് പറയുന്നത്, അല്ലേ? അത് അതീന്ദ്രിയമാണ്. നമുക്ക് കിട്ടുന്ന സുഖങ്ങളെല്ലാം ഇന്ദ്രിയജന്യമാണ്, അല്ലേ? എല്ലാ സുഖങ്ങളും ഇന്ദ്രിയങ്ങളിൽ കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. കണ്ണ്, മൂക്ക്, തൊക്ക്, നാക്ക്, ഇങ്ങനെയൊക്കെയുള്ള 5 ജ്ഞാനേന്ദ്രിയങ്ങളിൽ കൂടിയാണ് നമ്മുടെ എല്ലാ സുഖങ്ങളും നേടുന്നത്. ഇത് അതീന്ദ്രിയം, പക്ഷെ ബുദ്ധിഗ്രാഹ്യം, ആ ഏകാഗ്ര ബുദ്ധിക്ക് പിടികിട്ടുന്നതാണ്. അതാണ് നിത്യാനിത്യ വിവേകം. പിന്നെ ഏതാണ്? ഇഹാമുത്ര ഫലഭോഗ വിരാഗം. അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതാ, നിത്യാനിത്യ വിവേകം ഉണ്ടായി. അങ്ങനെ ആ അനിത്യമായിട്ടുള്ള വസ്തുക്കളെല്ലാം ക്ഷണികങ്ങളാണെന്ന് മനസ്സിലാക്കി ആ നിത്യമായ വസ്തുവിൽ ആഗ്രഹം വരുമ്പോൾ ഇഹാമുത്ര ഫലഭോഗ വിരാഗം. അതാണ് ഏറ്റവും പ്രശ്നം, വൈരാഗ്യം എന്ന് പറയും. അതായത് ലൗകിക വസ്തുക്കളോടെല്ലാം ഒരു വിരക്തി. വിരാഗ്യം എന്ന് വെച്ചാൽ വിരോധമല്ല, ഒരു വിരക്തി. അത് സ്വാഭാവികമായിട്ട് സാധകന്മാർക്ക് വന്നു ചേരുന്നതാണ്, അത് അടിച്ചേൽപ്പിക്കുന്നതല്ല, അല്ലേ? നമ്മളൊക്കെ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ എന്തെല്ലാം ഭ്രമമാണ്. പക്ഷേ ഒരു സന്യാസി അതുപോലെയുള്ള അങ്ങനെയുള്ളവരൊക്കെ പോകുമ്പോൾ അതിലോട്ടൊന്നും അവർക്ക് ശ്രദ്ധയെ വരുത്തില്ല. അത് സ്വാഭാവികമായിട്ട് വരുന്നൊരിതാണ്. അതാണ് അത് ഇഹാ അമുത്ര ഫലഭോഗ. ഇതൊക്കെ ഇവിടെ ഈ ഭൂമിയിലും പിന്നെ പരലോകത്തിൽ ചെന്ന് അമുത്ര എന്ന് വെച്ചാൽ പരലോകം, അവിടെയും ഒരു സുഖവും വേണമെന്ന് ഈ സാധകൻ ആഗ്രഹം ഉണ്ടാകാൻ പാടില്ല. ഇത് രണ്ടുമാണ് പ്രധാനം. ആദ്യം നിത്യാനിത്യ വിവേകം, ഇഹാ അമുത്ര ഫലഭോഗ വിരാഗം. അതിൽ നിന്ന് കിട്ടുന്ന ഭോഗത്തിനൊന്നും ഒരു താല്പര്യവുമില്ല, അല്ലേ? അത് കഴിഞ്ഞിട്ട് ശമാധി ഷഡ്കം വരും. ശമം, ദമം, ഉപരതി, തിതിക്ഷ, ശ്രദ്ധ, സമാധാനം. ഇങ്ങനെ 6 എണ്ണം ഉണ്ട്. ശമം എന്ന് വെച്ചാൽ നല്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ. ശമം എന്ന് വെച്ചാൽ മനസ്സിന്റെ നിയന്ത്രണം, ദമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ നിയന്ത്രണം, ഉപരതി എന്ന് പറയുന്നത് നമ്മുടെ സുഖത്തിന് വേണ്ടി ബാഹ്യമായിട്ടുള്ള വസ്തുക്കളെ ആശ്രയിക്കാതിരിക്കുക. അതൊക്കെ സ്വാഭാവികമായിട്ട് വരും. ഉപരതി